ഒളിപ്പിക്കും വേണ്ട. അതും ഞാൻ ദേശമങ്ങാക്കുന്ന നിൽക്കുന്ന ആരോഗ്യ. എന്തേ ആണെ ഇഷ്ടമില്ലേ നിനക്ക്? കാർത്തിക പൊക്കവും ഇല്ല, നിറവും പൊക്കമൊന്നും അല്ല എൻ്റെ കുട്ടിയെ കാര്യം. സ്വഭാവ ഗുണം അതുണ്ടല്ലേ മനസ്സിന് തന്നെ താനേ വന്നോളൂ. അന്ന് വലുതായിട്ടില്ലേ നിങ്ങളായാലും ഒത്തിരി അതൊക്കെ ഉണ്ടാവും. ഓരോ കഥകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ദേവേട്ടിനെ പറ്റി. തിരിച്ചൊഴുകുന്ന പോയി ചെയ്യാതെ സാങ്കേതികത്തിനും കൈണ്ടാക്കിയും അതൊക്കെ എനിക്ക് സന്മഷം വരെ പറഞ്ഞുണ്ടാക്കുന്ന കഥയുടെ മോളെ ഇനിയാണ് എന്തൊക്കെ പറഞ്ഞത് എന്റെ ദൈവം ചെയ്തിട്ട് ഒരു കാര്യം ചോദിച്ചാൽ ഉള്ളത് അവരെ സൂക്ഷിച്ച് നിനക്കെന്താ കാര്യം? താരമ്പക്കാരനാന്ന് വെച്ചാൽ അങ്ങനെ എഴുതത്തള്ളിയൊന്നും വേണ്ട മാനേജരായാലും നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ മുട്ടില്ലാന്ന് നടന്നോ അയാളുടെ പേര് ഉപയോഗിച്ചിട്ടാ. അതോ നല്ല മാനാഭമാനൊക്കെ പെൺപിള്ളേരല്ലേ പുള്ളിയുടെ കാര്യം. എന്റെ ഫിലിപ്പോസെ അയക്കില്ല, പക്ഷെ നമുക്കുണ്ടല്ലോ ഈ കലാകാരന്മാരെന്നൊക്കെ പറഞ്ഞാൽ വായിച്ച് കൊള്ളത്തില്ലേലും നമുക്കും വെട്ടാല് സ്വയം റബ്ബർ വാതി ഓടിക്കാൻ ഇവിടെ വന്നിട്ടൊന്ന് സൽക്കരിച്ചു പരീക്ഷണ ഏറ്റെടുത്തൊക്കെ ഞാൻ പറഞ്ഞോട്ടോ. മാനർച്ചി മൈനർച്ചി ഒന്നും വേണ്ട, എന്റെ അച്ഛന്റെ ശക്തിപൂർത്തിയാ ഞാൻ പോകും. അല്ല അതെ അവൻ എവിടെയെങ്കിലും പോയി പറ്റിട്ടുണ്ടാവും. കല്യാണത്തിന് നാലികേശത്ത് മുങ്ങിയ ആളല്ലേ, തെരഞ്ഞു പിടിച്ച കല്യാണത്തിന്റെ മുഖ്യത്തുകൊണ്ടല്ലേ ചടങ്ങ് നടത്തിയത്. ജന്മശത്രുക്കളാ പുത്രന്മാരായി ജനിക്കാന്ന് പണ്ടാരോ പറഞ്ഞത് എന്റെ കാര്യത്തിൽ ഇപ്പൊ സത്യായി. എല്ലാരും പറയാ മോനെ ഇപ്പൊ നമ്മളെ കണ്ട ആള് ധരിച്ചോ കള്ളുകൂടിയന്മാരാണെന്ന്. അച്ഛന്മാര് റോട്ടി കിടന്നുണ്ട് അങ്ങനെ ചെറിയാൻ വഴിയില്ല. ഞങ്ങൾക്ക് ധൈര്യമായിട്ട് കിടന്നോ ഞാൻ കൂടാ വെയിലോന്നല്ല മോളും വെള്ളം കിട്ടിയാ പറഞ്ഞേ. നമ്മുടെ കൊയ്യും വയലല്ല നമ്മുടെ നിങ്ങളോടൊക്കെ പഠിക്കാൻ പേടിക്കണ്ട. ഇന്ന് പല്ലാവൂർ ശ്രീകണ്ഠ പൊതുവാളിന്റെ പൂർത്തിയാണ്. അതായത് നിങ്ങളുടെയൊക്കെ ജന്മിയായ വലിയ പൊതുവാളിന്റെ 60ാം പിറന്നാൾ. അതറിയോ? വലിയ കാര്യം പല്ലാവൂർ ശ്രീകണ്ഠ പൊതുവാൾ പാടത്തെ പണിക്കാർക്ക് എങ്കിലും അവർക്ക് കൊടുക്കണ്ടേ? അല്ലെ ജീവ് മാത്രല്ല കലാപരിപാടികളും വേണം. എല്ലാം കൂടി അങ്ങോട്ട് പൊഴിപ്പിച്ച് എല്ലാരും വരിക പോയി കഴുവായി എന്നിട്ട് എന്റെ പെണ്ണോട് ടിക്കറ്റ് കണ്ടിട്ട് അവിടെ കൊടുക്കും. എന്താ ചെയ്യുന്നേ? അങ്ങനെ പറയരുത്. പണ്ട് കുട്ടിക്കാലത്ത് അമ്മയുടെ മുണ്ടും തുമ്പം പിടിച്ച് ഞാൻ ഇവിടെ വരുമ്പോ എനിക്ക് ഒരുപാട് പാട്ട് പാടി തന്നിട്ട് വാടി മോചി മായ
പാഴ്സൽ കമ്പനിയിൽ ട്രെയിൻ ആയിട്ട് വിളിച്ചു. പേടി തോന്നുന്നുണ്ടോ പവിഴ? ഇപ്പൊ എന്നെ കാണാൻ സൂപ്പർ ഹിറ്റ് ചലച്ചിത്ര നേരെ കാലത്തിൽ ആശീർവാദം ഇന്ന് വൈകിട്ട് 4:30. ആദർശന്റെ